കർത്താവിൽ സ്നേഹം നൽകുന്നത് വിശുദ്ധമായ ഈ രാത്രി മരണത്തിൻ്റെ മേൽ വിജയം നേടി യേശുനാഥൻ്റെ ഉത്ഥാന സ്മരണം വിശ്വാസികളായ സസന്തോഷം കൊണ്ടാടുകയാണ്. കർത്താവിൻ്റെ പീഡാസനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര സംഭവമായി മാത്രം അവശേഷിക്കുന്നില്ല, മറിച്ച് മാനവരക്ഷയ്ക്ക് വേണ്ടി ജീവന്റെയും മരണത്തിൻ്റെയും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ലോകജനതയ്ക്ക് നിത്യജീവൻ പ്രദാനം ചെയ്ത സംഭവം കൂടിയാണ് ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ്. പെസഹ ജാഗരാനുഷ്ഠാനത്തിൽ പങ്കുകാരാകുന്ന നമുക്ക് നിത്യജീവന്റെ അച്ചാരമായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഭക്തിയോടും ഉണർവോടും കൂടി ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രാരംഭമായ ദീപാർച്ചന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിലൂടെയുള്ള നവജീവിതത്തിൻ്റെ പ്രതീകമായി പുരോഹിതൻ പുത്തൻ തീ ആശീർവദിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട വൈദ്യൻ പുത്തൻ തീയിൽ നിന്നും പെസഹാത്തിൽ വിളിക്കുന്നു. ഉത്തിതനായ യേശുവിൻ്റെ സാന്നിധ്യം എന്നും നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ തിരുവലിപ്പ്. ദൈവം ആദ്യം അന്തവുമാണെന്നും കാലങ്ങളും യുഗങ്ങളും അവൻ്റെതാണെന്നും സൂചിപ്പിക്കാൻ പെസഹാത്തിരിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് കുന്തിരിക്ക ഗോളങ്ങൾ തിരിയിൽ കുറിച്ചിട്ടുള്ള കുരിശടയാളത്തിൽ കുത്തിയുറപ്പിക്കുന്നു. അനന്തരം പുരോഹിതൻ പെസഹാത്തിരി കത്തിച്ച ശേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ പ്രകാശം എന്ന സ്തുതിപ്പ് ആലപിക്കുന്നു. ജനം ദൈവത്തിന് നന്ദി എന്ന് ഏറ്റുപാടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പാടി കഴിയുമ്പോൾ എല്ലാവരും പെസഹാത്തിരിയിൽ നിന്നും തിരികൾ തെളിയിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. വത്സല സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗ്രതത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് കൂടി വരുവാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന മക്കളെ സഭ ക്ഷണിക്കുന്നു. വചനം ശ്രമിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിപ്പിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന്മേലുള്ള വിജയത്തിന് പങ്കാളികളാകാൻ അവിടുത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കാനുള്ള പ്രത്യാശ നമുക്ക് കൈവരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ വഴി അങ്ങേ മഹത്വത്തിൻ്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻ തീ ആശീർവദിക്കണമേ. പെസഹ മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രചോദിപ്പിക്കുന്ന പോലെ നിർമ്മല മാനസരായി കൃത്യമായ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടുത്തെ മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും ആമേൻ. കർത്താവായ ക്രിസ്തു
തൻ്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹത്വത്തോടെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപോലെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കൂരിലും നീക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ പ്രകാശം ക്രിസ്തുവിൻ പ്രകാശം
ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളായി ജനങ്ങളെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ദൈവം. ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നതാണ് പെസഹ പ്രഘോഷണം. നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ ആഹ്ലാദഭരിതരായി പെസഹ പ്രഘോഷണത്തിൽ പങ്കുചേരാം.